ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ട്രിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറന്നുല്ലേ, അപ്പോൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരം രാവിലെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കാനും പറക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അല്ലേ. അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ കുട്ടികളുടെ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഓൺലൈനിൽ കിട്ടുന്നതാണ്, പക്ഷേ അതിനൊക്കെ പൈസ കൊടുക്കണം. ഇത് പൈസ ഒന്നും കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ നല്ലൊരു വലിയൊരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യം കാർഡ് ബോർഡ് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഭാഗവും അതേപോലെ തന്നെ ഈ ഭാഗവും ചേർത്ത് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഈ ഭാഗം കൂടി ഇട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയത്തെ ഭാഗം കൂടി അതും വേണം നമുക്ക് കേട്ടോ. അപ്പോൾ ഇതാ 3 എടുത്ത് വെച്ചിട്ടുണ്ട്. മേളത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ അതും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതേപോലത്തെ മേളത്തെ ഭാഗങ്ങളും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത്ര ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് മുകളിൽ ഒന്ന് കവർ ചെയ്യാനായിട്ട് തുണി വേണം. അപ്പോൾ തുണി ഏതായാലും കുഴപ്പമില്ല, നമുക്ക് പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ പഴയതുള്ളത് എടുത്താൽ മതി, നല്ല തുണി എടുക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ അളവിലേക്ക് നമ്മൾ ആദ്യം തുണി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ അളവിലേക്ക് വേണം തുണി. ഇത് 2 അളവിലേക്കും ഓരോ തുണി പീസ് നമ്മൾ എടുക്കും. എന്നിട്ട് ഇതിൻ്റെ അളവിൻ്റെ ഇരട്ടിക്ക് വേണം നമ്മൾ തുണി എടുക്കാനായിട്ട്. കാരണം ഈ ഭാഗവും മറയണം, ഈ ഭാഗവും മറയണം, 2 ഭാഗവും മറയാൻ വരുന്ന രീതിയിൽ വേണം തുണി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കാം ആദ്യം. അപ്പോൾ അതാ ഞാനൊരു തുണിയുടെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇത് നമ്മൾ മിഷീനിലാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് തന്നെ ഇത് ഇച്ചിരി നല്ലൊരു കനത്തിലുള്ള കാർഡ് പേപ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ചെറുതാക്കി ഒന്ന് കനം കുറച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മിഷീനിൽ അടിക്കാൻ എളുപ്പത്തിന് ഞാനിതാ ഒന്ന് ചെറിയ കനം കുറച്ച് എടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു ഇതും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന്. അപ്പോൾ നല്ല കട്ടി ആയതിനാലാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് കട്ടി കുറഞ്ഞ കാർഡ്ബോർഡൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതൊന്ന് പറിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ തടിയിലേക്ക് പോകും. ഇതിൻ്റെ മുകളിൽ തുണി വരുമ്പോൾ ഇതിൻ്റെ അഭംഗിയൊക്കെ പോയിട്ട് നല്ല ഭംഗിയോടെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവിനൊരു തുണി കട്ട് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ നമ്മളിതാ തുണി മുറിക്കാനായിട്ട് ഇത് അട്ടപ്പെട്ടിയുടെ അളവിന് അട്ടപ്പെട്ടി താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുറിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇതേ അളവിൽ തന്നെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം. അതേപോലെ തന്നെ മറ്റേ എല്ലാത്തിൻ്റെ അളവിനും മുറിച്ചെടുക്കാം കേട്ടോ. ഒരു കഷ്ണം വേറെ ഉണ്ടാവും, ആ കഷ്ണവും പിന്നെ അടിയിലേക്ക് വയ്ക്കാനുള്ള കഷ്ണമുണ്ട്, അതിലേക്കും ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാതും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളിതാ ഇങ്ങനെ മടക്കി വെച്ചത് ഇനി നമ്മളിത് 4 ഭാഗം ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അട്ടപ്പെട്ടി കാണാത്ത രീതിയിൽ നമ്മൾ അട്ടപ്പെട്ടി ഉള്ളിൽ വെച്ചിട്ട് തുണി മേളിൽ വെച്ചതിന് ശേഷം നമ്മൾ 4 ഭാഗവും അടിച്ചെടുക്കുകയാണേ. അപ്പോൾ അതേപോലെ നമുക്ക് ബാക്കിയുള്ളതും 3 അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് 3 അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ മിഷീനിലാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാതും നല്ല അടിച്ച് വൃത്തിയാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ കാണുമ്പോൾ തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ട് എല്ലാ ഭാഗവും 4 ഭാഗവും മിഷീനിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ 3 ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കണം, എന്നാലാണ് നമുക്കൊരു പെട്ടിയുടെ രൂപത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് രണ്ടും വലിയത് രണ്ടുണ്ടല്ലോ, അത് രണ്ടും നമ്മൾ ആദ്യം പെട്ടിയിരുന്ന മാതിരി തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് കൂട്ടി അടിച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നമുക്ക് ഇതേപോലെയാണ് ഇതേപോലെ വേണം നമുക്ക് ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം മുറിച്ചിരുന്ന ഈ 2 ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് രണ്ടും കൂടിയിട്ട് കൂട്ടി അടുപ്പിച്ച് കൊടുക്കണം. അപ്പോൾ മിഷീനിൽ ഇത് രണ്ടും കൂടിയിട്ട് നമുക്കൊന്ന് ആദ്യം ഇത് രണ്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതാ ഞാൻ 2 ഭാഗം അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതാ കാട്ടിത്തരാം. നല്ല കോണ് പോലെ ഇതുണ്ടോ, ചതുരം മാതിരി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് മേളിത്തെ ഭാഗം ഒന്ന് വെച്ചിട്ടൊന്ന്
ചെയ്യണം. അപ്പോൾ അത് നമുക്ക് മെഷീനിൽ അടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ തുന്നിയെടുക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ നൂലുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് തുന്നിയെടുക്കാം ഈ 4 വശവും. അപ്പോൾ നമുക്ക് 4 വശം ഒന്ന് തുന്നിയെടുത്തിട്ട് വരാം. ഇതാ ഒരു ഭാഗം ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ഭാഗവും നമുക്ക് തുന്നിയെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ ഇതേപോലെ ചെറുതായിട്ട് വേണം നമ്മൾ തുന്നിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിട്ടുപോകും. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും തുന്നിയെടുക്കാം. അതായത് ഇപ്പോൾ ഞാൻ 4 വശവും തുന്നിയെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ പെട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഓൺലൈനിൽ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ പൈസയ്ക്കൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പഴയ തുണിയും കാർഡ്ബോർഡൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് മെഷീൻ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ കുട്ടികളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇതിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പെട്ടെന്ന് എടുത്തിട്ട് കുട്ടികളെ വേഗം പറഞ്ഞയക്കാം സ്കൂളിലേക്കൊക്കെ. അപ്പം ഇവിടെ തൽക്കാലം ഞാൻ മോളുടെ കുറച്ച് ഉടുപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വെക്കുകയാണ് ഇതിൽ തൽക്കാലമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ യൂണിഫോമോ ഉടുപ്പുകളോ അതല്ലെങ്കിൽ വലിയ ആൾക്കാരുടെ ഡ്രസ്സുകളോ എന്തായാലും ഇതിൽ വെച്ച് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.